നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആവണിയാവട്ടാണ് കേട്ടോ. ആവണിയാവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാബന്ധനാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ. ആവണിയാവട്ടം എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസിൻ്റെ ജെൻസിന് വേണ്ടിയുള്ള വർഷത്തിൽ ഒരു ദിവസം ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ പൂണൂലൊക്കെ മാറ്റി പുതിയ പൂണൂലൊക്കെ ധരിക്കുന്നത് അതിൻ്റേതായ ചടങ്ങുകളും ഹോമവും അങ്ങനെയൊക്കെ ചേർന്നുള്ള ഒരു ദിവസമാണ്. അത് ജെൻസിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ലേഡീസ് അതിലേക്കൊന്നും പങ്കെടുക്കാറില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ അന്ന് എന്തെങ്കിലും ഒരു ചെറിയ സദ്യ ആയിട്ട് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഒരു മധുരമെങ്കിലും വെക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു പായസം വെച്ചു. അപ്പോൾ ആ പായസത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ച് ചേർത്തു കേട്ടോ. അതിൻ്റെ തേങ്ങാപ്പാലെടുത്ത് വെക്കാം, അതിന് പകരം ഞാൻ എളുപ്പത്തിന് തേങ്ങയുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് ഒരു പായസം ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വേവിച്ചു. പകുതി വെന്ത് കഴിഞ്ഞു. ഇവിടെ ശർക്കര അതേ അളവിൽ തന്നെ ഉരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. കടലപ്പരിപ്പ് 1/2 കപ്പ് എടുത്ത് വേവിച്ച് കുക്കറിൽ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി വെന്ത ആ ചോറിലേക്ക് ഞാൻ കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്തു. പിന്നെ ശർക്കര പാനിയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി വേകണം, കാരണം അരി പകുതിയേ വെന്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ എനിക്ക് അടി പിടിക്കാത്ത രീതിയിൽ. അതുകൊണ്ടാട്ടോ ഞാൻ കുക്കറിൽ നേരിട്ട് നിങ്ങൾ വേവിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നാളികേരം ഇവിടെ ഒരു മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആ കടലപ്പരിപ്പ് വേവിച്ച വെള്ളം ചേർത്താണ് കേട്ടോ അരയ്ക്കണത്. അപ്പോൾ അതും നന്നായിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി നന്നായിട്ട് മറ്റേത് നന്നായി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കണ്ടില്ല, അത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ നാളികേരം അരച്ചത് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയായിട്ടോ അരച്ചത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാമല്ലോ. ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര വെള്ളം വേണം എന്നുള്ളത്. ഏകദേശം ഒരു സെമി ലിക്വിഡായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അധികം വെള്ളമായിട്ട് വേണ്ട, എന്നാൽ അധികം കട്ടിയായിട്ടും വേണ്ട. ആ ഒരു സ്റ്റേജിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ മിക്സായി വരണ്ടേ. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ കുറച്ചേക്കണതാണ് കേട്ടോ. പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തു. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് കുറച്ച് മധുരം കുറച്ച് മതിയെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ 1 കപ്പ് അരിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 1.5 കപ്പ് ശർക്കരയൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യിൽ കുറച്ച് തേങ്ങ, ഉണക്കത്തേങ്ങയായിരുന്നു കേട്ടോ, കൊപ്ര തേങ്ങ, അതും കൂടി വറുത്ത് ചേർത്ത് നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. തേങ്ങ അരച്ച് ചേർത്ത പായസം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.